ഹലോ സിനിഫൈൽസ്, വെൽക്കം ബാക്ക് ടു ടച്ച് മൈ ലൈഫ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇന്ന് VDKയുടെ അഥവാ വിജയ് ദേവർകൊണ്ടയുടെ കരിയറിൽ ഒരു നാഴികക്കല്ല് അല്ലെങ്കിൽ ബ്രേക്ക് ത്രൂ ആകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു സിനിമ റിലീസായ ദിവസമാണ്. സിനിമ ഞാൻ കണ്ടു, പക്ഷേ റിവ്യൂ വീഡിയോ അല്ല കേട്ടോ. റിവ്യൂ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരുപാട് റിവ്യൂസ് ഇന്ന് രാവിലെ മുതലേ ഞാൻ കണ്ട്, പ്രത്യേകിച്ച് മലയാളി റിവ്യൂവേഴ്സിൻ്റെ റിവ്യൂ ആണ്. ഇവന്മാരൊക്കെ രാവിലെ എഴുന്നേറ്റ് പല്ലുപോലും തേക്കാതെ കുളിക്കാതെ നേരെ ക്യാമറ ഓണാക്കി ഫ്രണ്ട് ഇരുന്നിട്ട് ഈ പടത്തിൻ്റെ ട്രെയിലറിൻ്റെ ഏതെങ്കിലും ഭാഗം ഇവന്മാർ കണ്ടിട്ടുണ്ടാകും. പക്ഷേ സിനിമ എന്തായാലും കണ്ടിട്ടില്ല. കാര്യം സിനിമയുടെ ഷോ തീരുന്നതിന് മുമ്പേ തന്നെ തുടങ്ങി നെഗറ്റീവ് പടം കാണരുത്, കാശ് പോവും, മറ്റാണ് മറിച്ചാണ്. വിജയ് ദേവർകൊണ്ട തിരിച്ചു വന്നിട്ടില്ല, ഇനിയും പുള്ളി പുറകോട്ട് പോയേക്കാണ്, ഒരുപാട് സമയം എടുക്കും തിരിച്ചു വരാൻ, അങ്ങനെയൊക്കെ പറഞ്ഞു റിവ്യൂസ്. ഈ നെഗറ്റീവ് റിവ്യൂ ഇടുന്നതിൻ്റെ ഉദ്ദേശം നമുക്കറിയാം. ഒന്നാമത്തെ കാര്യം റീച്ചാണ്. നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വൺ റീച്ചാണ്. പ്രത്യേകിച്ച് ഹേറ്റേഴ്സ് ഉള്ള നടനെക്കുറിച്ച് നെഗറ്റീവ് പറയുകയാണെങ്കിൽ അപാര റീച്ച് കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം. അത് എങ്ങനെയെങ്കിലും അവരുടെ ചാനലിനും പ്രയോജനം ചെയ്യുമോ എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇത് കാണിച്ചു കൂട്ടുന്നതെങ്കിൽ മക്കളെ നിങ്ങൾക്ക് വേറെ പണിയില്ലേ. എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? കാര്യം ആ സിനിമ ഞാൻ കണ്ടു, ആ സിനിമയുടെ റിവ്യൂ ഞാൻ പറയുന്നെങ്കിലും ചെറുതായിട്ടൊരു കാര്യം പറയാം. ഇതൊരു വേസ്റ്റ് പടമല്ല, ഇതൊരു ഗ്രേറ്റ് പടമല്ല, പക്ഷെ ഒരു ഗുഡ് ഫിലിമാണ്. ഇതൊരു എബോ ആവറേജ് ലെവലിൽ നിർത്താൻ പറ്റുന്ന ഒരു ഗുഡ് ഫിലിമാണ്. ആ സിനിമയെ ഇപ്പോഴേ പറഞ്ഞങ്ങ് നശിപ്പിച്ചേക്കുക. ഈ പ്രവണത നമ്മൾ ഇതിനു മുമ്പേ മലയാളി റിവ്യൂവേഴ്സിൻ്റെ ഇടയിൽ നിന്ന് കണ്ടത് പുഷ്പ 2 റിലീസായപ്പോഴാണ്. ആ പുഷ്പ 2 ഇവിടെ റിലീസായപ്പോഴത്തേക്കും എല്ലാ റിവ്യൂവേഴ്സ്, ചെറിയ റിവ്യൂവേഴ്സ്, വലിയ റിവ്യൂവേഴ്സ് എല്ലാവരും കൂടി ആ പടത്തിനെ വലിച്ച് തേച്ച് ഒട്ടിച്ച് ഫിത്തി കയറ്റി. പക്ഷേ ആ സിനിമ കേരളത്തിൽ മാത്രമേ ഫിത്തി കയറുള്ളൂ. ബാക്കി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇൻഡസ്ട്രിയൽ ഹിറ്റും ഹയസ്റ്റ് ഗ്രോസറും ബ്ലോക്ക് ബസ്റ്ററുമായിട്ട് ആ പടം മാറി. ആ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ്. ഈ റിവ്യൂവേഴ്സിൻ്റെ ഗുണമെല്ലാം കേട്ടതിന് ശേഷമാണ് പോയി കാണുന്നത്. അത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നിയൊരു കാര്യം, അതായത് ഒരു ടിപ്പിക്കൽ മാസ് മസാല സിനിമ, മാസ് മസാല പ്രേക്ഷകനെ കംപ്ലീറ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ സംഭവമുള്ളൊരു സിനിമ. അതുകൊണ്ടാണ് ഇന്ത്യയിൽ അതൊരു ഹയസ്റ്റ് ഗ്രോസറായിട്ട് മാറിയത്. കേരളത്തിൽ മാത്രം ഇവന്മാർ നശിപ്പിച്ച് പൊട്ടിച്ച്. അപ്പോഴും ഇവന്മാർ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഏത് കേരളത്തിൽ പൊട്ടിച്ചിട്ട് മറ്റുള്ള സ്ഥലത്തൊക്കെ ഹയസ്റ്റ് ഗ്രോസറായപ്പോൾ ഇവന്മാർ പറഞ്ഞ് കേരളത്തിലെ പ്രേക്ഷകർക്ക് ബുദ്ധിയുണ്ട്, വിവരമുണ്ട്, നമ്മൾ ഇമാതിരി പടമൊന്നും വിജയിപ്പിക്കത്തില്ല, ഇതൊക്കെ മലങ്കൾട്ടാണെന്ന്. പക്ഷേ എന്നിട്ട് ഇവന്മാർ വിജയിപ്പിച്ച്. ഏത് പടങ്ങളെന്നറിയാവാ? ടർബോ, മമ്മൂട്ടിയുടെ ഒരു മാസ് മസാല പടം. പിന്നെ വേറൊരെണ്ണമുണ്ട്, ഒരു ബ്രഹ്മാണ്ഡ പടം, മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞ് വന്നിട്ടൊരു പ്രൊപ്പഗാണ്ട സിനിമ എടുത്ത് സ്ക്രീനിൽ കാണിച്ച എമ്പുരാൻ. ഇതൊക്കെ ഇവന്മാർ വിജയിപ്പിച്ച് കൈയടിച്ച് അർമാദിച്ചിട്ട് ഇവന്മാർക്ക് പുഷ്പ 2 ഒരു മാസ് മസാല കൂറപ്പടം. അതിൻ്റെ ലോജിക്ക് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അതേപോലെയുള്ള റിവ്യൂസാണ് ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കിങ്ഡം എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ നോക്കി നിങ്ങൾ കാണരുത്. റിവ്യൂവേഴ്സൊക്കെ ഒരുപാട് ടാർഗറ്റ് ചെയ്ത് റിവ്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. ഒന്നാമത് വിജയ് ദേവർകൊണ്ടയുടെ മോശം സമയമാണ്. പുള്ളി ചെയ്ത മൊത്തം അപരാധ സിനിമകളാണ്. അതിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ ഈ സിനിമേനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് പുള്ളിയുടെ തിരിച്ചുവരവാകും എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. കാര്യം ഞാനൊരു വിജയ് ദേവർകൊണ്ട ഫാനും അല്ല, എന്നെ ഫാനാക്കാൻ നോക്കേ വേണ്ട. പുള്ളി തിരിച്ചു വരണമെങ്കിൽ പുള്ളിക്കൊരു ഹ്യൂജ് പോസിറ്റീവ് റെസ്പോൺസ് ആവശ്യമാണ്. കാര്യം മാതിരി മോശം അവസ്ഥയിലാണ് അങ്ങേര് കിടക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, പുള്ളി ഇനി ഇപ്പം നല്ല രീതിയിൽ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഐഡിയകൾ ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ കാണുകയുണ്ടായി. ഇവന്മാരൊക്കെ ചിലപ്പോൾ വിജയ് ദേവർകൊണ്ടയുടെ എതിര് നിൽക്കുന്ന മറ്റ് ടയർ 2 തെലുങ്ക് ആക്ടേഴ്സിൻ്റെ ഫാൻസ് ആയിരിക്കും. എക്സാമ്പിൾ നാനിയുടെയൊക്കെ ഫാൻസ് ആയിരിക്കാം. പക്ഷേ ഇവർക്ക് അറിയാത്തൊരു സംഭവമുണ്ട്, ഈ ഒരു ടയർ 2 ആക്ടേഴ്സും തൊടാൻ പറ്റാത്ത ഒരു റെക്കോർഡ് ഇന്നും വിജയ് ദേവർകൊണ്ട ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാൽ, അത് പറയുന്നതിന് മുമ്പ് പുള്ളിയുടെ പഴയ കാലത്തേക്ക് നമുക്കൊന്ന് പോകണം. പുള്ളി ഇൻഡസ്ട്രിയിലേക്ക്, തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വന്നത് 2011 പക്ഷേ പുള്ളിക്ക് ഒരു മേജർ ബ്രേക്ക് ത്രൂ കിട്ടിയത് 2016 റിലീസായ പെല്ലി ചൂപ്പിലു എന്ന് പറയുന്ന സിനിമയിലൂടെയാണ്. അതിനുശേഷം 2017 അർജുൻ റെഡ്ഡി ഇറങ്ങി. അതിലൂടെ ഇന്ത്യ മുഴുവൻ പോപ്പുലാരിറ്റി ഉള്ള ഒരു ആക്ടറായിട്ട് പുള്ളി മാറി. 2018 മഹാനടിയും ഗീതാ ഗോവിന്ദവും വന്നു. ഈ ഗീതാ ഗോവിന്ദം വന്നപ്പോഴത്തേക്ക് കേരളത്തിൽ ഉൾപ്പെടെ ഫാൻ ബേസ് പുള്ളി ക്രിയേറ്റ് ചെയ്ത്. കേരളത്തിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്ത് ഒരു നാഷണൽ ക്രഷായിട്ട് നമ്മുടെ രശ്മിക മന്ദാന എങ്ങനെ മാറിയോ അതുപോലെ തന്നെ പുള്ളിക്കാരനും ഒരു ചെറിയ നാഷണൽ ക്രഷായിട്ട് ആ സമയത്ത് മാറുകയുണ്ടായി. ഏത് ഗീതാ ഗോവിന്ദം റിലീസായ 2018. അന്ന് ഗീതാ ഗോവിന്ദം റിലീസായപ്പോഴത്തേക്കും വേൾഡ് വൈഡ് ആ സിനിമ കളക്ട് ചെയ്തത് 130 കോടി രൂപയാണ്. ആ 130 കോടി ഇതുവരെ ടയർ 2 മറ്റൊരു ആക്ടറിനും ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതാണ് ഇന്നും VDK ഹോൾഡ് ചെയ്യുന്ന റെക്കോർഡ്. അത് ബ്രേക്ക് ചെയ്യാൻ പുള്ളി തന്നെ വേണ്ടി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനെ തന്നെ സാധിക്കുമോ ഇല്ല എന്നൊക്കെ നമുക്ക് കണ്ടു നോക്കാം. പക്ഷേ ആ ഗീതാ ഗോവിന്ദത്തിന് ശേഷം ഒരുപാട് ടയർ 2 ആക്ടേഴ്സിൻ്റെ സിനിമകൾ പോസിറ്റീവ് റെസ്പോൺസിൽ വന്നു. ഫോർ എക്സാമ്പിൾ നാനിയുടെ 3 സിനിമകൾ മിക്സഡ് അല്ലെങ്കിൽ പോസിറ്റീവ് റെസ്പോൺസിൽ വന്നു. നമ്മുടെ ദസറ വന്നു, പുള്ളിയുടെ സനിപ്പോതും സാനിവാരം, ഹിറ്റ് 3, ഹിറ്റ് ഫ്രാഞ്ചൈസിയിലെ 3ാമത്തെ പാർട്ട്, അതുവരെ വന്നിട്ടും ഗീതാ ഗോവിന്ദത്തിനെ തൂക്കാൻ പുള്ളിക്ക് സാധിച്ചില്ല. പിന്നെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ പുള്ളിയുടെ പേരെന്നായിരുന്നു, നമ്മുടെ ഹാപ്പി ഡേയ്സിലെ കിട്ടി, നമ്മുടെ നിഖിലിൻ്റെ കാർത്തികേയ 2 വന്നു. അത് ഹിന്ദിയിലൊക്കെ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയെങ്കിലും ഗീതാ ഗോവിന്ദത്തിന് അടിക്കാൻ പറ്റിയില്ല. പിന്നെ ടയർ 2 ആക്ടേഴ്സായിട്ടുള്ള നമ്മുടെ വരുൺ തേജിൻ്റെ ഫിദ, റാം പോത്തിനേനിയുടെ ഐസ്മാർട്ട്, ശങ്കർ,
പിന്നെ അങ്ങനെ ഒരുപാട് സിനിമകൾ വന്നു, ഇതിനൊക്കെ പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. പക്ഷേ തൂക്കാൻ പറ്റിയില്ലടേ. പിന്നെ നമ്മുടെ സ്വന്തം എന്ന് ഞാൻ പറഞ്ഞത്, നമ്മുടെ കേരളത്തിലൊക്കെ നമുക്കറിയാം അന്യഭാഷ നടന്മാരെ നമ്മൾ ദത്തുപുത്രന്മാരായിട്ട് ആരാധിക്കും. എസ്പെഷ്യലി വിജയ്, സൂര്യ, അല്ലു അർജുൻ, അവരൊക്കെ നമ്മളിങ്ങനെ തലയിൽ വെച്ച് കൊണ്ടാടാറുണ്ട്. പക്ഷേ മറ്റൊരു സംസ്ഥാനത്ത് നമ്മുടെ ഒരു നടന ദത്തുപുത്രനായിട്ട് അവർ ആഘോഷിക്കുമോ എന്ന് ചോദിച്ചാൽ കുറച്ച് നാൾ മുമ്പ് വരെ എനിക്കതിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് നടക്കാൻ പോണില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നടത്തിയെടുത്തൊരു മുതലുണ്ട് നമ്മുടെ കുഞ്ഞിക്ക DQ. പുള്ളി ഇപ്പോൾ തെലുങ്ക് സ്റ്റേറ്റിലെ ദത്തുപുത്രനാണ്ടേ. മഹാനടി സീതാരാമം, ലക്കി ഭാസ്കർ, അതിൽ ലക്കി ഭാസ്കർ ഏകദേശം 110 കോടി ഗ്രോസ് ഉണ്ട്. ഫുൾ പോസിറ്റീവ് റെസ്പോൺസ്. അങ്ങേരും ഇപ്പം തെലുങ്ക് സ്റ്റേറ്റിലെ ഒരു ടയർ 2 ആക്ടറാണ്. പുള്ളിക്കും ഗീതാ ഗോവിന്ദത്തിനെ പോസിറ്റീവ് റെസ്പോൺസിൽ അടിക്കാൻ പറ്റിയില്ല. സോ ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. അന്ന് വിജയ് ദേവർകൊണ്ട ഇട്ട് വച്ചിരുന്ന ആ ഒരു റെക്കോർഡ് ഇപ്പോഴും തകർക്കാൻ ആർക്കും പറ്റിയിട്ടില്ല. അപ്പോൾ ടയർ 2 ഇപ്പോഴും ദേവർകൊണ്ട തന്നെയല്ലേ ടോപ്പിൽ നിൽക്കുന്നത്. കളക്ഷൻ ബേസ് നോക്കുകയാണെങ്കിൽ ഞാനേ ഉണ്ട് ഒരുപടി മേലെ കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ദേവർകൊണ്ട സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അടിച്ച് കയറും. കിങ്ഡത്തിലൂടെ അത് സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല ഗൈസ്. സാധിക്കുമില്ലേ നമുക്ക് നോക്കാം. 2018 ശേഷം, അതായത് ഈ ഗീതാ ഗോവിന്ദത്തിന് ശേഷം പുള്ളിയുടെ ആ വർഷം തന്നെ 2 സിനിമകൾ റിലീസായി. നോട്ട റിലീസായി 8 നില പൊട്ടി. പിന്നെ ഇറങ്ങിയത് ടാക്സി വാലയാണ്. അതെ, ടാക്സി വാല റിലീസായിട്ട് ആ സിനിമയുടെ റിലീസിന് മുമ്പേ തന്നെ അതിൻ്റെ പ്രിൻ്റ് ലീക്കായിട്ടും അതൊരു ഹിറ്റ് സ്റ്റാറ്റസ് നേടാൻ പറ്റി. 2019 ഡിയർ കോമ്രേഡ് വന്നു, അത് ആവറേജിൽ ഒതുങ്ങി. 2020 വേൾഡ് ഫേമസ് ലവർ എന്ന് പറയുന്ന ഒരു അപരാധ പടം വന്നു, 8 നില പൊട്ടി. 2022 പാൻ ഇന്ത്യൻ സ്റ്റാർ ആകാനായിട്ട് ലൈഗർ വന്നു, 16 നിലയിൽ പൊട്ടി. 2023 പിന്നെ നമ്മുടെ ഖുഷി വന്നു, അതൊരു ആവറേജ് ഗ്രോസർ ആയിരുന്നു. 2024 ഫാമിലി സ്റ്റാർ വന്നു, അതൊരു പടക്കമായിരുന്നു. പിന്നെ 2025 ഇപ്പം കിങ്ഡം വന്നു. കിങ്ഡം പുള്ളിക്കൊരു കച്ചിത്തുരുമ്പാണ്. 130 കോടിക്ക് ഇറങ്ങിയ സിനിമയാണ് ബഡ്ജറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിനിമ വിജയിക്കുക എന്നുള്ളത് പുള്ളിയുടെ കരിയറിൽ ഇപ്പം ആവശ്യമായിട്ടുള്ള സംഭവമാണ്. സംഭവിക്കുമോ ഇല്ലെന്ന് നമുക്ക് നോക്കി കഴിയാം. തെലുങ്ക് സ്റ്റേറ്റിലെ പെർഫോമൻസ് വെച്ചിരിക്കും ഇനി ആ സിനിമയുടെ വിധി. എന്തായാലും ആ സിനിമയുടെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്ത് കൊല്ലാൻ ശ്രമിക്കാതിരിക്കുക. നല്ലൊരു ഡീസൻറ്റ് പടമാണ്. ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു ഗ്രേറ്റ് പടമല്ല, ഒരു ഫ്ലോപ്പ് പടമാകാൻ സാധ്യതയുമില്ല. ഒരു ഗുഡ് ഫിലിമാണ്, എബോ ആവറേജ് നിൽക്കുന്ന ഒരു ഗുഡ് ഫിലിമാണ്. ധൈര്യമായിട്ട് പോയി കണ്ടോ. പടം കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വിജയ് ദേവർകൊണ്ടയുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പടം കൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ബൈ.